ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ വൺ യൂട്യൂബ് ചാനൽ. നമ്മൾ സോഷ്യോളജി ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. സോ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് സോഷ്യോളജി MS of 4, അതായത് ഇന്ത്യൻ സോഷ്യോളജിയിലെ രണ്ടാമത്തെ ക്ലാസ്. സോ പ്രീവിയസ് ക്ലാസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ എമർജൻസ് ഓഫ് സോഷ്യോളജി ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. സോഷ്യോളജി എമേർജ് ചെയ്തത്, ഇന്ത്യയിൽ എങ്ങനെ എമേർജ് ചെയ്തു, അത് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റം, അതായത് അതെങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് എവോൾവ് ആയി വന്നെന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. ഓക്കെ, അതിന്റെ നോട്ടൊക്കെ എല്ലാവരും എഴുതിയെടുത്ത് ആൻസർ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ പിന്നീട് എമർജൻസ് ഓഫ് സോഷ്യൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് PYQല് ലൈക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. വെയിറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്രിട്ടിക്കലി എക്സാമിൻ ദ അപ്രോച്ചസ് ഓഫ് ദ വെസ്റ്റേൺ സ്കോളേഴ്സ് ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അതായത് സാധാരണ ഇന്ത്യയിൽ ഉള്ള സോഷ്യോളജിയുടെ ഒറിജിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒറിജിൻ കഥ ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, എമർജൻസിയിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ് ആ ആദ്യകാലത്തിൽ വെസ്റ്റേൺ സ്കോളേഴ്സ് ഇവിടെ കൊണ്ടുവന്ന ഇന്ത്യൻ സൊസൈറ്റി പറ്റി പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ച മേജർ അപ്രോച്ചസ് ഏതാണ്. അതിനെപ്പറ്റി 2024 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പം 2022 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2021, 2020 ഭയങ്കരമായിട്ട് റിപ്പറ്റീഷൻ ഉള്ള ചോദ്യമാണ്. സോ നമ്മൾ ഇനി ഒരു എക്സാമിന് പോകുമ്പോൾ അത് പ്രതീക്ഷ തന്നെ പോകണം. ആക്ച്വലി നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആൻസറുമായിട്ടൊക്കെ ഒരുപാട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ആൻസർ തന്നെയാണ്. സോ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് അതിലോട്ട് പോകാം. സോ വേരിയസ് അപ്രോച്ചസ് യൂസ്ഡ് ബൈ വെസ്റ്റേൺ സ്കോളേഴ്സ്. ഓക്കെ, യാ. സോ നമുക്കത് പറയുമ്പം ആദ്യം തന്നെ മനസ്സിലാക്കണം ഇവർക്ക് എന്തിനായിരുന്നു ആ വെസ്റ്റേണേഴ്സ് ഇവിടത്തെ രാജ്യത്തെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി പറ്റി പഠിച്ചെന്നുള്ളത്. സോ ദേ വേ മെനി തിങ്സ് അല്ലേ. ഒന്ന്, അവരുടെ കൊളോണിയൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചിലർക്കൊക്കെ അക്കാഡമിക് ക്യൂരിയോസിറ്റി ആയിരുന്നു അല്ലേ. ചിലർക്ക് ഇത് പഠിക്കാൻ പറ്റി, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നമുക്കിത് ഇൻട്രോയിൽ എഴുതാം. കൊളോണിയൽ ഇൻട്രസ്റ്റ് കാരണം, അക്കാഡമിക് ക്യൂരിയോസിറ്റി കാരണം. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു വേർഡ് പരിചയപ്പെടുത്താം, എപ്പിസ്റ്റമോളജിക്കൽ അസംഷൻസ്. അതായത് കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു സാധനത്തെ പറ്റി നമ്മൾ പഠിക്കുന്നു, ഇപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി പറ്റി പഠിക്കുന്നു, അത് ബുക്സ് വഴി പഠിക്കണോ, ഏൻഷ്യൻ ബുക്സ് വഴി പഠിക്കണോ, ഫീൽഡ് വർക്ക് വഴി പഠിക്കണോ, അങ്ങനെ പലതരം ചർച്ചകൾ അന്ന് നടന്നിരുന്നു. അപ്പം അതിന് ഏതാണ് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ബെസ്റ്റ് രീതി എന്നുള്ളൊരു ഡിസ്കഷനും അന്നുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ് അവർ പല എക്സ്പെരിമെന്റ്സും റിസർച്ചസും ഇവിടെ നടന്നത്. അതിനെ നമ്മൾ എപ്പിസ്റ്റമോളജിക്കൽ കുറച്ച് ടെക്നിക്കൽ ആണ്, കൊണ്ടുവരാൻ പറ്റിയാൽ ആ വേർഡ് കൊണ്ടുവരാൻ പറ്റിയ നല്ലത്. സോ എപ്പിസ്റ്റമോളജിക്കൽ അസംഷൻസ്, ഇത് മൂന്നും കാരണമാണ് വെസ്റ്റേണേഴ്സ് കൂടുതലായിട്ട് ഇന്ത്യൻ സൊസൈറ്റി പറ്റി പഠിക്കാൻ ഇൻവെസ്റ്റഡ് ആയത്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു നമ്മൾ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടു. ഇവരിങ്ങനെ പഠിച്ചപ്പോഴല്ല, ഇവർക്ക് ഇവരുടേതായ ബയസ്നെസ് ഉണ്ട് അല്ലേ. നമ്മൾ ഇപ്പം ഒരു ടീച്ചറിന്റെ ക്ലാസ്സിൽ ടീച്ചറിന്റെ മക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ടീച്ചറിന്റെ മോനും ആ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടീച്ചറിന് ഒരു ചെറിയ ബയസ് ആ മോനോട് കാണാം, മേ ബി ചിലപ്പോൾ കാണാം അല്ലേ. ഇത് കാണുന്ന ടീച്ചേഴ്സ്മാരോട് എന്നെ അടിക്കരുത്, ഒരു കേസ് പറഞ്ഞത്. അതായത് നമ്മളിപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ബയസ്നെസ് ആവാറുണ്ട്. അതേപോലെ ഇവർ ചെയ്തപ്പോൾ എല്ലാം ഒരു യൂറോസെൻട്രിക് ബയസ്നെസ് ഉണ്ട്. അതായത് ഇവർ ചെയ്ത് കാണിച്ചപ്പോൾ എല്ലാം ഇന്ത്യക്കാരെ തരം താഴ്ത്തിയും യൂറോപ്യൻസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിനെ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണിച്ചത്. ഓക്കെ, സോ ഇത് നമ്മളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് നോക്കാം ഏതൊക്കെ തരം അപ്രോച്ചസ് ആണ് ഇവരെടുത്തിരുന്നതെന്ന് നമുക്ക് നോക്കാം. 5 നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഓറിയന്റലിസ്റ്റ് അപ്രോച്ച് എന്താണ്, വെസ്റ്റേണേഴ്സ് നമ്മളെ പറ്റി പഠിച്ചത്. പിന്നെ നമ്മൾ ഇൻഡോളജിയെ പറ്റി പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞത് ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്ന് വെച്ചാൽ ഇന്ത്യൻസ് ഇന്ത്യയെ പറ്റി പഠിക്കുന്നതായിരുന്നു. ഓക്കെ, പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ഡെഫിനിഷൻ അല്ല, കാരണം കുറച്ച് വെസ്റ്റേൺ സ്കോളേഴ്സ് ഇത് ആദ്യം തുടങ്ങി തരുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ അതിനോടൊപ്പം ഏറ്റുപിടിക്കുന്നത്. സോ ഇൻഡോളജി നമുക്ക് പറയാം, വേരിയസ് അപ്രോച്ച്. പിന്നെ ഉള്ളത് സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചു. ഓക്കെ, സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം. പിന്നീട് മാർക്സിയൻ പെർസ്പെക്റ്റീവ്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് പോസ്റ്റ് കൊളോണിയൽ അല്ലെങ്കിൽ സബാൾട്ടൺ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ആദ്യം പറഞ്ഞ 4 ഇമ്പോർട്ടൻറ്റ്: ഓറിയന്റലിസ്റ്റ്, ഇൻഡോളജി, സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം, മാർക്സിയൻ പെർസ്പെക്റ്റീവ്. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമാകും അല്ലേ. സോ ഇപ്പൊ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, കാര്യങ്ങൾ കഥ പോലെ ഓർത്തു വെക്കുക. ആദ്യത്തെ ഓറിയന്റലിസ്റ്റ് അപ്രോച്ചിനെ പറ്റി നമുക്ക് നോക്കാം.
ഓറിയന്റലിസ്റ്റ്. എന്താണ് വെസ്റ്റേണേഴ്സ്? വെസ്റ്റേണേഴ്സ് ഇന്ത്യയെ പറ്റി പഠിക്കും. തിങ്കേഴ്സ് മാക്സ് മുള്ളർ, വില്യം ജോൺസ് അല്ലേ, നമ്മൾ ഇന്നലെ പഠിച്ച വില്യം ജോൺസ്, മോണിയർ, MONIER, മോണിയർ വില്യംസ്. ഇവർ മൂന്നുമായിരുന്നു ഇതിന്റെ മെയിൻ ആൾക്കാരെന്ന് നമുക്ക് പറയാം. മാക്സ് മുള്ളർ, വില്യം ജോൺസ്, മോണിയർ വില്യംസ്. സോ ഇവര് പഠിച്ചത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇവർ സോഴ്സസ് ആയിട്ട് ഉപയോഗിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഏൻഷ്യൻ ടെക്സ്റ്റ് അല്ലേ, നമ്മുടെ ചരിത്രപരമായ ടെക്സ്റ്റ്, ഫിലോസഫിക്കൽ ട്രഡിഷൻസ് അല്ലേ, ഫിലോസഫിക്കൽ ട്രഡിഷൻസ്, പിന്നെന്താണ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ അല്ലേ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവര് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, ഇനി ഇവര് പഠിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ഇവര് പഠിച്ചുള്ള പോസിറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഈ ഏൻഷ്യൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഇവർ ഇതിനെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുവഴി ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി ഒരു വലിയ ധാരണ ലോകത്തെമ്പാടുക്ക് സ്പ്രെഡായി. ഓക്കെ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിന് ഭയങ്കര റീച്ച് ആണല്ലോ നമ്മുടെ സാൻസ്ക്രിറ്റ് വെച്ച് നോക്കുമ്പോൾ. സാൻസ്ക്രിറ്റ് നിന്ന് ഇന്ത്യയിലുള്ള തന്നെ വളരെ ഫ്യൂ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റും, ജാതിപരമായ ചിന്താരണം. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെ അല്ലായിരുന്നു. ഇംഗ്ലീഷിന് ഒരു ഫാർ റീച്ചിങ്, അവർ കോളനൈസ് ചെയ്ത് അവിടെ എല്ലാം ഇംഗ്ലീഷ് പഠിപ്പിച്ച് വെച്ചേക്കുക അല്ലേ. ബട്ട് അങ്ങനെ ഒരു ഫാർ റീച്ചിങ് സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ രീതി നന്നായി. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഇൻഡോളജി ഉണ്ടായത് തന്നെ ഓറിയന്റലിസത്തിൽ നിന്നാണ് അല്ലേ. അപ്പം ഇൻഡോളജിക്ക് ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ലേഡ് ഫൗണ്ടേഷൻ ഫോർ ഇൻഡോളജി. ഇൻഡോളജിക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് പറയാം ഇന്ത്യയുടെ സിവിലൈസേഷന്റെ ആഴത്തെ പറ്റി ഇവര് കാര്യമായിട്ട് പറഞ്ഞു. അതല്ലേ, ഇവര് ഇന്ത്യയുടെ സിവിലൈസേഷൻ ഡെപ്ത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അതായത് ഇവരുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ, പണ്ടത്തെ ഇന്ത്യ, ഏൻഷ്യൻ ഇന്ത്യ ഭയങ്കരമായിരുന്നു, ഇപ്പോഴത്തെ ഇന്ത്യ ഭയങ്കര മോശമാണ്. ഇതുവഴി ഇവര് ഏൻഷ്യൻ ഇന്ത്യ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവർ ഭയങ്കര ആഴത്തിൽ ഇത് അനലൈസ് ചെയ്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സിവിലൈസേഷൻ ഡെപ്ത്, ഇന്ത്യയുടെ ഏൻഷ്യൻ സിവിലൈസേഷനെ പറ്റി ഒരു ഡെപ്തിലോട്ട് അവർ പഠിച്ചു പോവുകയും അത് ഹൈലൈറ്റ് ചെയ്യുകയും കാണിച്ചു. ഓക്കെ, ഇനി നെഗറ്റീവ്സ് പറയാം. ഇവരുടെ അതോറിറ്റി ജസ്റ്റിഫൈ ചെയ്യുമായിരുന്നു അല്ലേ. അതായത് ഇപ്പോഴത്തെ ഇന്ത്യക്കാർ മോശമാണ്, പണ്ടത്തെ ഇന്ത്യക്കാർ നല്ലതാണ്, ഇനി ഞങ്ങളെ വഴിയെ നിങ്ങൾക്ക് നന്നാവാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ റിലീജിയൻ ട്രഡീഷൻ എല്ലാം പിന്തള്ളി അവരാണ് സുപ്പീരിയർ അല്ലേ, അവരാണ് സുപ്പീരിയർ എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ഈ പഠനങ്ങളെല്ലാം. ഓക്കെ, ഇനി പറയാം, ഇവർ ടെക്സ്റ്റ്വൽ ആയിരുന്നല്ലോ, അതായത് ഫീൽഡ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ടെക്നിക്കലി സംസാരിക്കുമ്പോൾ ആ രീതി പറയാം. ടെക്സ്റ്റ്വൽ ആയിരുന്നു. അതുപോലെ എലൈറ്റിസ്റ്റ് ആണ്. എലൈറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഉന്നത ജാതിക്കാരെ പറ്റി മാത്രമേ പഠിച്ചോളൂ. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, ഇവർ പഠിക്കുന്ന ടെസ്റ്റ് എല്ലാം എന്തുവാ, സാൻസ്ക്രിറ്റ് ടെസ്റ്റാണ്. ആ സാൻസ്ക്രിറ്റ് ടെസ്റ്റ് ആർക്കാ ആക്സസിബിൾ, അല്ലെങ്കിൽ അത് എഴുതിയതൊക്കെ ആരെന്നൊക്കെ കണ്ടിരുന്നു, ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ ബ്രാഹ്മിൻസുമായിട്ട് ബന്ധപ്പെട്ടവർ. അപ്പൊ ബ്രാഹ്മണിക്കൽ കൾച്ചർ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് കൾച്ചർ പഠിച്ചത് കൊണ്ട് ഇവർ വളരെ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി ഓവറോൾ ഒരു ഐഡിയ ഇല്ല, ജസ്റ്റ് ഒരു സ്മാൾ ഐഡിയ മാത്രമേ ഇതുവഴി അവർ ക്രിയേറ്റ് ആക്കുന്നുള്ളായിരുന്നു. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഓക്കെ അല്ലേ. പിന്നീട് ഇവർ ചെയ്ത ഒരു നെഗറ്റീവ് കാര്യമാണ്, നമ്മുടെ പഴയ ഇന്ത്യ അങ്ങ് റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിച്ചു അല്ലേ. റൊമാൻറ്റിസൈസ്ഡ്, അത് ഭയങ്കര സംഭവമാണ് കാണിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാം. റൊമാൻറ്റിസൈസ് ഏൻഷ്യൻ ഇന്ത്യ ആൻഡ് കണ്ടംപററി ഇന്ത്യയെ ഇവരെന്ത് ചെയ്ത് ഭയങ്കര ഡെറോഗേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഡീജനറേറ്റ് ആയിട്ട് കാണിച്ചു. ഓക്കെ, ഇതായിരുന്നു ഓറിയന്റലിസ്റ്റ്. പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇൻഡോളജി നമ്മൾ ഇന്നലെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ലൂയിസ് ഡൂമണ്ട് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഇതിന്റെ ഒരു കുറച്ച് തുടക്കം എന്നൊക്കെ വേണേൽ പറയാം. വേറെ ആൾക്കാരുണ്ട്, ബട്ട് കുറച്ച് ഫേമസ് വർക്ക് പുള്ളിയുടെ ഹോമോ ഹൈറാർക്കസ്, സ്പെല്ലിംഗ് നോക്കട്ടെ, ഹൈറാർക്കിക്കസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഇതുവഴി പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി ഭയങ്കര ഹൈറാർക്കിക്കലാണ്. അതായത് ഈ ജാതി സിസ്റ്റത്തിന്റെ ഒരു ഫൗണ്ടേഷൻ പറയുകയാണ്. ജാതി സിസ്റ്റം ഹൈറാർക്കി ആണല്ലോ, ഒന്നിന് താഴെ ഒന്ന് അല്ലെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ടുള്ള, അങ്ങനെ ഹൈറാർക്കി ബേസ് ചെയ്താണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് ലൂയിസ് ഡൂമണ്ട് ഇൻഡോളജിക്കൽ അപ്രോച്ച് വഴി, അതായത് ഹോമോ ഹൈറാർക്കീസ് എന്ന ബുക്ക് വഴി പുള്ളി പറഞ്ഞു വെക്കുവായിരുന്നു. ഇൻഡോളജി അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റവർ പറഞ്ഞ പോലെ എല്ലാം അങ്ങ് തെറ്റാണ് അല്ലെങ്കിൽ ഇവർ ഡീജനറേറ്റ് ആണെന്ന് പറഞ്ഞു വെക്കാതെ കുറച്ചും കൂടി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള അപ്രോച്ച് വരുവാണ്. ഇത് പിന്നീട് നമ്മുടെ ഇന്ത്യൻ
ആൾക്കാരായ ഇന്ത്യൻ സയന്റിസ്റ്റായ GS കുരെ, പിന്നെ ആരാണ് മുഖർജി, DP മുഖർജി അതുപോലുള്ളവർ ഏറ്റുപിടിക്കുകയും അവരത് ഈ ഫർദർ ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇതിന്റെ പോസിറ്റീവ്സ് എന്തായിരിക്കും അല്ലെ? ഇന്ത്യയുടെ കൾച്ചറൽ ഡിസ്റ്റിൻറ്റീവ്നെസ്, ഇന്ത്യാസ് കൾച്ചറൽ ഡിസ്റ്റിൻറ്റീവ്നെസ് അല്ലെങ്കിൽ വെറൈറ്റി, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് എംബ്രേസ് ചെയ്തെന്ന് പറയാം. അതായത് ഇന്ത്യക്ക് കൾച്ചർ, അതായത് നേരത്തെ ബ്രാഹ്മണിക്കൽ ടെസ്റ്റുകൾ മാത്രമാണല്ലോ ഉപയോഗിച്ചതും, ഇവർ ടെസ്റ്റുകളൊക്കെയാണ് ഉപയോഗിച്ചെങ്കിലും കുറച്ചും കൂടി ഒന്ന് ഇൻക്ലൂസീവ് ആയിട്ട് താഴോട്ടും ഒക്കെ ഇറങ്ങി പഠനങ്ങൾ നടത്തി തുടങ്ങുന്നു. ഓക്കെ, ഹൈറാർക്കി പറ്റി പഠിക്കണമെങ്കിൽ എന്തായാലും ബ്രാഹ്മിൻസിനെ പറ്റി മാത്രം പഠിച്ചാൽ നടക്കില്ലല്ലോ, താഴോട്ടുള്ളവരെയും പറ്റി പഠിക്കേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറൽ ഡിസ്റ്റിൻറ്റീവ്നെസ് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു. പിന്നീട് പോസിറ്റീവായിട്ട് എന്ത് പറയാം, കാസ്റ്റ്, കിൻഷിപ്പ്, റിലീജിയൻ, ഇതിനെ പറ്റിയൊക്കെ പഠിക്കാനായിട്ട് ഒരു നല്ല ഫ്രെയിം വർക്ക് തന്നു, ഒരു ഫ്രെയിം വർക്ക് ടു സ്റ്റഡി ഓൾ ദീസ്. ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് ഇൻഡോളജിക്കൽ അപ്രോച്ചാണ്. കാരണം ഓറിയന്റലിസ്റ്റ് അപ്രോച്ച് ജസ്റ്റ് എലൈറ്റിസ്റ്റ് അപ്രോച്ച് ആയിരുന്നു അല്ലേ, സമൂഹത്തിൽ എലൈറ്റ് കാറ്റഗറിയെ പറ്റി മാത്രം പഠിച്ചു പോയൊരു അപ്രോച്ചായിരുന്നു. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇതിന്റെ നെഗറ്റീവ്സിനെ പറ്റി നോക്കാം. ഇൻഡോളജിയുടെ നെഗറ്റീവ്സ് എന്തായാലും ഇവരും ടെക്സ്റ്റ് ഒക്കെ ഉപയോഗിച്ച് തന്നെ പഠിച്ചു, അപ്പൊ ഫീൽഡ് വർക്ക് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇവര് പിന്നെ ഓറിയന്റലിസം എല്ലാം മോശമാണെന്ന് പറഞ്ഞപ്പം ഇവര് കുറച്ച് നന്നാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, അതായത് എല്ലാം നല്ലതാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് ഇവര് ഇവിടുത്തുള്ള പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ ഓവർലുക്ഡ്, കോൺഫ്ലിക്റ്റ് വാസ് ഓവർലുക്ഡ് എന്ന് പറയാം. ഓവർലുക്ഡ് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല, കാരണം ആവശ്യത്തിലധികം മോശ കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മളും കൂടി മോശം പറഞ്ഞ എങ്ങനെയെന്നുള്ള ചിന്തയാവാം, അല്ലെങ്കിൽ അവരത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ത്വരയിൽ നിന്നാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് വന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, വളരെയധികം നോർമേറ്റീവ് ബയസ് ഉണ്ടായിരുന്നു. നോർമേറ്റീവ് ബയസ് ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. ബയസ്നെസ്, നോംസ്, അതായത് ഇവിടുത്തെ നോംസുമായിട്ട് ഒക്കെ ഭയങ്കര ബയസായിട്ട് ഇതൊക്കെയാണ് ഇവിടെ, ഇതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഫീൽഡ് വർക്ക് ഇല്ലായിരുന്നു. അതുപോലെ പവറിനെ പറ്റിയും ഇവരധികം പഠിച്ചില്ല. പവർ, കോൺഫ്ലിക്റ്റ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ ഓവർലുക്ക് ചെയ്തു, അതിനെപ്പറ്റി അധികമായിട്ട് പറഞ്ഞില്ല. ഇതിലെ ചില കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത ടീംസ് വരുന്നത്, സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഇപ്പോൾ ഫസ്റ്റ് പേപ്പർ പഠിച്ചവർക്കറിയാം എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം അഥവാ ഫങ്ഷണലിസം എന്ന് അല്ലേ. അപ്പോൾ ഫങ്ഷണലിസം എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു സ്റ്റാറ്റസ് കോ അപ്രോച്ചാണ്. അതായത് ഫങ്ഷണലിസം എന്ന് കേട്ടാൽ തന്നെ പറയാം, ഇപ്പോൾ ഒരു ഫങ്ഷണലിസം വെച്ച് ഏതെങ്കിലും ഇപ്പൊ കാസ്റ്റിന്റെ ഫങ്ഷണലിസ്റ്റ് വ്യൂ പറയാൻ ചോദിച്ചാൽ കാസ്റ്റ് നല്ലതാണ്, കാസ്റ്റ് ഉണ്ടതാണ് ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള രീതി. അതായത് ഇവര് ഏതിനെ അനുകൂലിച്ചാ പറയുന്നത് ഫങ്ഷണലിസ്റ്റ് ആൾക്കാർ. അതിന് എതിരായിട്ട് മാർക്സിസ്റ്റ് ആൾക്കാരാണെങ്കിൽ എന്ത് ചോദിച്ചാലും എതിര്, കാസ്റ്റ് അയ്യോ കാസ്റ്റ് പ്രശ്നമാണ്, ആ രീതിയിലാണെന്നുള്ള അപ്രോച്ച് ആയിരിക്കും. ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് അപ്രോച്ച്. ഇപ്പൊ ഫങ്ഷണലിസത്തിന്റെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഫങ്ഷണലിസ്റ്റ് ആൾക്കാരാണെങ്കിൽ, ഫങ്ഷണൽ സ്കോളേഴ്സ് ആണെങ്കിൽ കാസ്റ്റിനെ പറ്റി ചോദിക്കുക, നമ്മൾ പറയും, അവര് പറയും കാസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, ഓരോ തൊഴിലനുസരിച്ചാണ് അവർ കൊടുത്തേക്കുന്നത്, ഇതുവഴി സമൂഹത്തിൽ എല്ലാ ജോലികളും ചെയ്തെന്ന് ഉറപ്പുവരികയും അതുവഴി സമൂഹം ഒരു സോളിഡാരിറ്റി അല്ലെങ്കിൽ നല്ല രീതിയിൽ നടന്നു പോകുമെന്നാണ് ഫങ്ഷണലിസ്റ്റ് പറയുന്നത്. എന്നാൽ മാർക്സിസ്റ്റ് സ്കോളേഴ്സ് എന്ത് പറയും, അതങ്ങനെയൊന്നുമല്ല, ഇത് അടിച്ചമർത്തലിന്റെ ഇതാണ്, അൺഹെൽത്തി അല്ലെങ്കിൽ അൺമീനിയൽ ആയിട്ടുള്ള ജോബ്സ് താഴത്തുള്ള അവരെ അടിച്ചേൽപ്പിച്ച് ജയിക്കുകയും അവർക്ക് അവിടെ നിന്ന് പൊങ്ങി വേറൊരു ജോലി ചെയ്യാനുള്ള അവകാശം കൊടുക്കാതിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണ് മാർക്സിസ്റ്റ് സ്കോളേഴ്സ് പറയുന്നത്. അപ്പൊ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഫസ്റ്റ് പേപ്പർ പഠിക്കാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞത്. ഫസ്റ്റ് പേപ്പർ പഠിച്ചിട്ട് ഇതിലോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഇല്ലാത്തവരും കുഴപ്പമില്ല, ഇപ്പൊ ഐഡിയ കിട്ടിയല്ലോ. ഇനി സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും ഇവിടെ പറഞ്ഞത്. അതിന് മുമ്പ് അതിലുള്ള തിങ്കേഴ്സിനെ നോക്കാം. റാഡ്ക്ലിഫ് ബ്രൗൺ, വൺ ഓഫ് ദ പ്രോമിനന്റ് തിങ്കർ ആണ്. MN ശ്രീനിവാസ്, പുള്ളി ഇല്ലാതെ നമ്മുടെ ഈ പേപ്പറില്ല, അടിപൊളിയാണ്. SC ദൂബെ. ഓക്കെ, ഇവരെല്ലാം ഓർത്തു വെക്കുക. സ്ട്രക്ചറൽ ഫങ്ഷണലിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യൻ സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിങ്കേഴ്സ് ആണ്. ഇവര് മെയിനായിട്ട് കാസ്റ്റ്, ഇന്ത്യൻ വില്ലേജ്, പിന്നെ കിൻഷിപ്പ്, മറ്റു സോഷ്യൽ സിസ്റ്റം, ഇവരെ പറ്റിയൊക്കെ കാര്യമായി പഠനം നടത്തി. ഓക്കെ, ഇവരുടെ പോസിറ്റീവ്, ഇതുവരെ ഇല്ലായിരുന്ന ഫീൽഡ് വർക്ക് ഇവർ കൊണ്ടുവന്നു. ഫീൽഡ് വർക്ക് അതിന് എക്സാമ്പിൾ ആണ് MN ശ്രീനിവാസന്റെ വില്ലേജ് സ്റ്റഡീസ്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രീനിവാസനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നോക്കും. എന്തായാലും ഇപ്പൊ തൽക്കാലം MN ശ്രീനിവാസ് നടത്തിയ ഫീൽഡ് വർക്കാണ് പുള്ളിയുടെ വില്ലേജ് സ്റ്റഡീസ്. ഇനി ഇതുവഴി എന്ത് പറ്റി, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേറ്റ കളക്ഷൻ നടന്നു.
വളരെ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേറ്റകൾ കളക്ട് ചെയ്തു. ഓക്കെ, ഡേറ്റ കളക്ഷൻ നടന്നു. ഇവര് നേരത്തെ ആൾക്കാരൊക്കെ എന്തുവാ ടെക്സ്റ്റുകൾ വെച്ചാണല്ലേ പഠിച്ച, ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് പഠിച്ചപ്പോൾ ഇവര് ടെക്സ്റ്റിൽ നിന്ന് മാറി ലിവിങ് കമ്മ്യൂണിറ്റീസ്, ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റീസ്, അതായത് ട്രൈബ്സ്, നേരത്തെ പറഞ്ഞില്ലേ ശ്രീനിവാസന്റെ വില്ലേജ് സ്റ്റഡീസ്, അതായത് വില്ലേജ് ഇറങ്ങി അവിടുത്തെ ആ വില്ലേജ് പുള്ളി ജീവിച്ച് പഠിക്കുമായിരുന്നു അവിടുത്തെ ആൾക്കാരെ പറ്റി. അപ്പം ടെക്സ്റ്റ് ബുക്ക് അപ്രോച്ചിൽ നിന്ന് ഫീൽഡ് വർക്ക് അപ്രോച്ച് ആയപ്പോൾ ലിവിങ് കമ്മ്യൂണിറ്റീസ്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പഠിച്ചു തുടങ്ങുന്നത്. ഇനി നെഗറ്റീവ്സ് പറയാം. നേരത്തെ പറഞ്ഞില്ലേ ഇവര് ഇതെല്ലാം പഠിച്ചെങ്കിലും ഇവര് പറഞ്ഞ എന്താണ്, ഇതൊക്കെ നല്ലതാണ്, അതായത് ഇവർക്കൊരു സ്റ്റാറ്റസ് കോ അപ്രോച്ച് ആണുള്ളത്. സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതിന് എന്നുള്ള അപ്രോച്ച്. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ട്, അതെല്ലാം നല്ലതിനാണ്, ഇതുകൊണ്ട് സൊസൈറ്റി ഗുണമുള്ളത്. അതായത് ദ ഇന്ത്യൻ സൊസൈറ്റി ഈസ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം, സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം, അതായത് ഒരു സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇത്. അതായത് നല്ലതും വരും ചീത്തയും വരും, അത് തമ്മിൽ ബാലൻസ് ആയി പൊയ്ക്കോളൂ, ഇക്വിലിബ്രിയത്തിലായി പൊയ്ക്കോളൂ. ഓക്കെ, ഇവരും എന്ത് ചെയ്ത് കോൺഫ്ലിക്റ്റ് ഒക്കെ ഇവർ അവഗണിച്ചല്ലേ. കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കും, പക്ഷെ അതനുസരിച്ച് നല്ല കാര്യങ്ങൾ, അത് അതിന്റെ ഗുണമേ ഉള്ളെന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. കോൺഫ്ലിക്റ്റ്, മറ്റ് ഇന്നിക്വാലിറ്റീസ് എല്ലാം ഇവര് അവഗണിച്ചു, അതൊക്കെ എന്ത് നിസാരവൽക്കരിച്ചുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മാർക്സിയൻ അപ്രോച്ചിലോട്ട് പോകാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി മാർക്സിയൻ അപ്രോച്ച്. മാർക്സ് എന്തായിരിക്കും? മാർക്സിയൻ അപ്രോച്ച് പറയുമ്പോൾ ഇതെല്ലാം എതിർത്ത് പറയും. മാർക്സിയൻ അപ്രോച്ച് മാർക്സ് മാത്രമല്ല, അത് മൊത്തത്തിലൊരു അപ്രോച്ചാണ്. മാർക്സിയൻ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് എന്നും ഇതിനെ പറയും കേട്ടോ, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്. സോ അവിടെ നമുക്ക് നോക്കാം മാർക്സ്. അപ്പം ഇതിന്റെ ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോമിനന്റ് തിങ്കേഴ്സിനെ നോക്കാം. ഡാനിയൽ തോണർ, സൈപ്പ്, കാത്തലിൻ ഗാവ്, ആൻഡ്രി ഗുണ്ടർ ഫ്രാങ്ക്, AG ഫ്രാങ്ക്, അങ്ങനെ പഠിച്ചു വെച്ചാൽ. പിന്നെ ദേശായി ഒക്കെ ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ തിങ്കേഴ്സ്. നമ്മളിപ്പോ വെസ്റ്റേൺ തിങ്കേഴ്സിനെയാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ പോസിറ്റീവ്സ് എന്തായിരിക്കും? ഇവര് ഇവിടെ നടന്ന കോൺഫ്ലിക്റ്റും കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. നേരത്തെ അവർ പഠിക്കാത്ത പോലെ ഇവരിവിടെ കോൺഫ്ലിക്ട്സിനെ പറ്റി പഠിച്ചു, ക്ലാസ് ഡയമെൻഷനെ പറ്റി പഠിച്ചു. ഓക്കെ, നേരത്തെ ആൾക്കാർ പഠിക്കാതിരുന്ന ക്ലാസ് ഡയമെൻഷനെ പറ്റി പഠിച്ചു. അഗ്രേറിയൻ റിലേഷൻസിനെ പറ്റി പഠിച്ചു. സമീന്ദാരൊക്കെ ആയിട്ടുള്ള ബന്ധം അതൊക്കെ പഠിച്ചു, സമീന്ദാർ പെസൻസ് ആ ബന്ധങ്ങൾ. പിന്നുള്ളത് ഇവര് അണ്ടർ ഡെവലപ്മെന്റിനെ പറ്റിയൊക്കെ കാര്യമായി പഠിക്കാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പൊ മാർക്സ് അറിയാലോ, മാർക്സ് ക്ലാസ് സിസ്റ്റം വെച്ചായിരുന്നു മാർക്സ് ഡിഫൈൻ ചെയ്തത്. അപ്പൊ മാർക്സിയൻ സ്കോളേഴ്സ് ആയിട്ടുള്ള ഒരു ക്ലാസ് സിസ്റ്റം വെച്ചാണ് ഇത് ഡിഫൈൻ ചെയ്തത്. ബൂർഷ്വാസി, പ്രോലറ്റാരിയറ്റ്. ബൂർഷ്വാസി കാശുള്ളവൻ, അല്ലെങ്കിൽ എല്ലാം കാശും സ്വത്തും ഉള്ളവൻ. പ്രോലറ്ററേറ്റ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്ലാസ്, അവരുടെ അടിമപ്പണി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ താഴെ ബൂർഷ്വാസിയുടെ താഴെ ജോലി ചെയ്യുന്നവർ. അപ്പം പുള്ളി അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇവരും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആ രീതി ക്ലാസിഫിക്കേഷൻ വെച്ചപ്പോൾ ഇതിന് കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നു, നെഗറ്റീവ്സ്. അതായത് ഇവിടെ ക്ലാസ് സിസ്റ്റം മാത്രമല്ല ഉള്ളത് ഇന്ത്യയിൽ, കാസ്റ്റ് എന്ന് പറഞ്ഞ വലിയൊരു സാധനമുണ്ട്. ഇവർ ഇതിനെപ്പറ്റി അവഗണിച്ചു. അതായത് സായിപ്പിന്റെ നാട്ടിനെ പറ്റി പഠിച്ചോ, ആ സാധനം അവർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. അതുവഴി കാസ്റ്റിനെ ഓവർലുക്ക് ചെയ്തു. ബാക്കിയുള്ളൊരു കാസ്റ്റിനെ പറ്റി പഠിച്ചു, പക്ഷെ അവർ ക്ലാസ്സിനെ ഓവർലുക്ക് ചെയ്തു. ഇവര് വന്ന് ക്ലാസ്സിനെ പറ്റി പഠിച്ചപ്പോൾ കാസ്റ്റിനെ പറ്റി അവഗണിച്ചു. ഓക്കെ, അതായത് ഇവരുടെ യൂറോസെൻട്രിക് അപ്രോച്ച് അല്ലേ, അതായത് യൂറോസെൻട്രിക് കാറ്റഗറീസ് ആയിരുന്നു ക്ലാസ്. പക്ഷെ ഇവിടുത്തെ ക്ലാസ് പോലും, ഇവിടുത്തെ അപ്പർ ക്ലാസ് പലതും അപ്പർ കാസ്റ്റിൽ നിന്നായിരിക്കും ഇന്ത്യയിൽ. അപ്പൊ ഇവർ ആ കാര്യം മറന്നു, ആ കാര്യം ഇവരുടെ പഠനത്തിൽ ഇവരെടുത്തില്ല. അതായത് യൂറോപ്പിലെ ആ ഒരു ബൂർഷ്വാസി പ്രോലറ്ററി ബന്ധം തന്നെ അവരുടെ ആ യൂറോസെൻട്രിക് കാറ്റഗറി ഓഫ് ബൂർഷ്വാസി ആൻഡ് പ്രോലറ്ററി തന്നെ അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതായിരുന്നു ഇവരുടെയും മേജർ പ്രശ്നം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോസ്റ്റ് കൊളോണിയൽ അല്ലെങ്കിൽ സബാൾട്ടർ പെർസ്പെക്റ്റീവ്. ഇപ്പൊ സബാൾട്ടർ എന്ന് പറഞ്ഞ സൊസൈറ്റി അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ തിരിമറി കാണിച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള വാദം നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതായത്
ഇപ്പൊ നമ്മൾ പഴയ രാജാക്കന്മാരൊക്കെ പറയും, അവരവന്മാരുടെ ശത്രുക്കളെ പറ്റി വളരെ മോശമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം രാജ്യം ഭരിച്ചത് അവരാ, അപ്പൊ അവർക്ക് പിന്നെ എന്തും കാണിക്കാലോ. അതുപോലെ ഇവിടുത്തെ, അതായത് പവറും നോളജും തമ്മിൽ ഒരു ഭയങ്കര റിലേഷൻ ഉണ്ടെന്നാണ് ഈ സബാൾട്ടന്റെ പൊതുവായിട്ടുള്ള ഒരു ഞാൻ സംഭവം പറയുകയാണെ. സബാൾട്ടൻ എന്ന് പറയുമ്പോൾ പവറും നോളജും തമ്മിലുള്ളത് വലിയൊരു ബന്ധമുണ്ട്. അതായത് പവർ ഉള്ളവൻ പറയുന്നതാണ് നോളജ് എന്നുള്ള ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കൊളോണിയൽ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്കോളേഴ്സിന്റെ പല പഠനങ്ങളും ഇവരിങ്ങനെയാണ് തള്ളിക്കളഞ്ഞത്. തള്ളിക്കളയാൻ ഉപയോഗിച്ച ഒരു വാചകമാണ് പവർ നോളജ് റിലേഷൻ. അപ്പൊ ഇവർ പറഞ്ഞതാണ്, അതായത് ഇന്ത്യ ഷേപ്ഡ് ബൈ കൊളോണിയൽ പവർ നോളജ് റിലേഷൻസ്. അതായത് ഇന്ത്യ ഈസ് ഷേപ്ഡ് ബൈ കൊളോണിയൽ പവർ നോളജ് റിലേഷൻസ്. യാ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോറി ഫോർ ദ ഇൻട്രഡക്ഷൻ. യാ, അപ്പം കൊളോണിയൽ പവർ നോളജ് റിലേഷൻ വഴിയാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയുള്ള പല പഠനങ്ങളും ഇതുവഴിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള രീതിയിൽ അവർ ചൂണ്ടിക്കാണിച്ചു. ഇവിടെയും കുറച്ച് തിങ്കേഴ്സിന്റെ പേര് പഠിച്ചു വയ്ക്കാം. പാർത്ത ചാറ്റർജി, JW ആണ്. എഡ്വാർഡ് സെയ്ദ്, രണജിത്ത് ഗുഹ. നമുക്ക് ഈ തിങ്കേഴ്സിന്റെ ഒക്കെ പേര് കോട്ട് ചെയ്യാൻ പറ്റിയ വലിയ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. സോ ഒരുപാട് പേര് പഠിക്കുന്നത് ബുദ്ധിമുട്ടണ്ട. നമ്മൾ വരും ചാപ്റ്റേഴ്സിലൊക്കെ ഇവരെ വീണ്ടും കാണുന്നുണ്ട്. സോ ഇത് ഫെമിലിയർ ആവും പേരുകൾ. പിന്നെ ഇവരൊക്കെ ഏത് കാറ്റഗറി ഓഫ് തിങ്കേഴ്സ്? ഇവര് സബാൾട്ടൺ ആണ്. MN ശ്രീനിവാസൻ നോക്കുമ്പോൾ ഫംഗ്ഷണലിസം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം ഓർമ്മ വരണം. GS കുര്യൻ നോക്കുമ്പോൾ ഇൻഡോളജി ഓർമ്മ വരണം. മാക്സ് മുള്ളർ, വില്യം ജോൺസ്, അവരൊക്കെ ഏതാണ്? ഓറിയന്റലിസ്റ്റ്. ഓക്കെ, ഓറിയന്റലിസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഓർമ്മ വരണം. ഓക്കെ, ഇനി സബാൾട്ടണിൽ നമുക്ക് 2 പോയിന്റും കൂടി പറയാനുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നില്ലല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്നത് ജസ്റ്റ് പോസിറ്റീവ്സ് എടുക്കാം, ഒരു വലിയ നെഗറ്റീവ് നമുക്ക് പറയുന്നില്ല. ലൈക്ക് മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന് ഇവരൊരു വോയിസ് കൊടുക്കും. മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകൾക്ക് ഒരു വോയിസ് കൊടുക്കും. ഓക്കെ, നെഗറ്റീവായിട്ട് പറയാം, ഇതിൽ ഒരുപാട് വെസ്റ്റേൺ തിങ്കേഴ്സ് ആയിരുന്നു. അല്ലെങ്കിൽ പറയാം, നെഗറ്റീവായിട്ട് പറയണ്ട, പോസിറ്റീവ് തന്നെ പറയാം. ഇവർ തെളിയിച്ചു, അതായത് പല വെസ്റ്റേൺ തിങ്കേഴ്സിനും പല രീതിയിലുള്ള ബയസ്നെസ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇവരുടെ ഒരു പോസിറ്റീവ്. ഇനി നെഗറ്റീവായിട്ട് നമുക്ക് എന്ത് പറയാം? ഇവര് മറ്റേനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇഗ്നോർ ചെയ്തല്ലേ നെഗറ്റീവായിട്ട്. കൊളോണിയൽ പവർ റിലേഷൻ അതെല്ലാം തെറ്റാവണമെന്നില്ല. അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ കൊളോണിയൽ ഇൻട്രസ്റ്റ് മാത്രമല്ലായിരുന്നു ഉള്ളത്, അല്ലേ? അക്കാഡമിക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതായത് ചില സായിപ്പന്മാര് വേണമെന്ന് വെച്ച കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ബന്ധം. അപ്പോൾ ഇത് ആകപ്പാടെ നമ്മൾ തള്ളിക്കളയുന്നത് അത്ര ശരിയായില്ല. ഓക്കെ, അത്ര പറയാം. ഇനി നമുക്കിത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് കൺക്ലൂഷനിലായിട്ട് എഴുതാം, അല്ലേ? സോ ഇതിന്റെ ആൻസർ നമ്മളിപ്പോൾ കാണുകയെ, എഴുതി വെച്ചിരിക്കുന്ന ആൻസർ നമ്മൾ കാണും. സോ ജസ്റ്റ് ഇപ്പം നമുക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യാം. ഇവര് ചെയ്ത ഗുണങ്ങൾ, ഇപ്പൊ വെസ്റ്റേൺ തിങ്കേഴ്സ് ഇത്രയൊക്കെ ചെയ്തു. ഇതുവഴി അവർ എന്ത് ചെയ്തു? ഒരു ഫൗണ്ടേഷൻ പണിഞ്ഞു, അല്ലേ? നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ പണിഞ്ഞു. അത് പിന്നീട് നമ്മുടെ ഇന്ത്യൻ സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് അത് ഏറ്റുപിടിച്ചു. വെരി ഗുഡ്. ഇനി അവരുടെ പ്രശ്നം, അവർക്ക് ഓറിയന്റലിസ്റ്റ് ബയസസ് അല്ലെങ്കിൽ യൂറോസെൻട്രിക് ബയസസ് ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ഗുണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ജസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ എഴുതുക. ഓക്കെ, ഇനി നമുക്കൊരു കൺക്ലൂഡ് ചെയ്യേണ്ട ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതാം. കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി. സോ കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി ഡീകോളനൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെ? ഇന്ത്യൻ നോളജിനെ അതിനെ ഡീകോളനൈസ് ചെയ്യാൻ ശ്രമിക്കും. ഡീകോളനൈസ് എന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവന്ന അവരുടെ ഇമ്പാക്ട് അല്ലെങ്കിൽ അവരുടെ ഇമ്പാക്ട് ഇല്ലാണ്ടായി അതിനെയൊക്കെ ഇന്ത്യൻ വൽക്കരിക്കുന്നു, ഭാരതീയവൽക്കരിക്കുന്നതിന് ആണ്. സോ ഇതിന്റെ ഭാഗമായിട്ട് ലൈക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ വെസ്റ്റേൺ ടൂൾ എടുക്കും. അനലിറ്റിക്കൽ ടൂൾ ഉണ്ട്. അതായത് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കില്ല. അവർ പറയാൻ വേണ്ടി ഉപയോഗിച്ച ടൂൾസ് ഉണ്ട്. അപ്പം മണ്ണ് കിളയ്ക്കാനായിട്ട് നമ്മൾ മൺവട്ടി ഉപയോഗിക്കില്ലേ? എഴുതാൻ വേണ്ടി പേന ഉപയോഗിക്കില്ലേ? അതുപോലെ ഇവര്
അനലിറ്റിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല ടൂൾസ് ഉപയോഗിക്കും. സെൻസസ്, സർവേ, അങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിക്കും. അപ്പൊ ആ ടൂൾസ് നമ്മൾ എടുത്തു. ഇവർ ഉപയോഗിച്ച ടൂൾസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇൻഡിജീനിയസ് കാറ്റഗറീസ് ആയിട്ടുള്ള കാസ്റ്റ്, കിൻഷിപ്പ്, ഓക്കെ, ഇൻഡിജീനിയസ് കാറ്റഗറീസ് ആയിട്ടുള്ള കാസ്റ്റും കിൻഷിപ്പും ഒക്കെ എടുത്താണ് നമ്മൾ പിന്നീട് പഠനം തുടങ്ങുന്നത്. ഓക്കെ, അത് നമുക്ക് ആൻസറിൽ എഴുതാം. നമുക്ക് പെട്ടെന്ന് ആൻസർ അങ്ങ് നോക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ നോക്കിയ ആൻസർ: ക്രിട്ടിക്കലി എക്സാമിൻ ദ അപ്രോച്ചസ് ഓഫ് ദ വെസ്റ്റേൺ സ്കോളേഴ്സ് ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി. എക്സ്പ്ലെയിൻ ദ വേരിയസ് അപ്രോച്ചസ് ചൂസ്ഡ് ബൈ വെസ്റ്റേൺ സ്കോളേഴ്സ് ഇൻ സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി. അപ്പൊ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഠിച്ചപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളും കൂടി പഠിച്ചിട്ടുണ്ട്. രണ്ടിനും കൂടി എഴുതാൻ പറ്റിയ ആൻസർ ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം ഇൻട്രോയിൽ എന്ത് വരും? ഇവിടെ നോക്ക്. ആദ്യം ഇൻട്രോയിൽ എന്ത് എഴുതും? സോ അവര് ഇവിടെ പഠിക്കാൻ വന്നപ്പോൾ അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. കൊളോണിയൽ ഇൻട്രസ്റ്റ്, അക്കാഡമിക് ക്യൂരിയോസിറ്റി, എപ്പിസ്റ്റോമോളജിക്കൽ അസംഷൻസ് ഉണ്ടായിരുന്നു. കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ബുക്ക് വഴിയോ ഫീൽഡ് വർക്ക് വഴിയോ എങ്ങനെയാണ്, അതുപോലെ പല കാര്യങ്ങൾ, അതുപോലുള്ള ഇൻട്രസ്റ്റും താല്പര്യങ്ങളൊക്കെ കൊണ്ടാണ് അവരിവിടെ വന്നെങ്കിലും അവരുടെ പല ബയസ്നെസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സായിപ്പിന്റെ ആ ഒരു സ്വത്വം വിട്ടിറങ്ങി നമ്മളെ ഭാരതീയരെ പഠിക്കാനൊന്നും പറ്റിയില്ല. ഇതിന് നമുക്ക് മേജറായിട്ട് 4-5 തലതിരിക്കാം: ഓറിയന്റലിസ്റ്റ്, ഇൻഡോളജി, സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം, മാർക്സിയൻ പെർസ്പെക്റ്റീവ്, പിന്നെ അഡീഷണൽ ആയിട്ട് സബാൾട്ടൺ പെർസ്പെക്റ്റീവ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ ഇതാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ബൈ വെസ്റ്റേൺ സ്കോളേഴ്സ് began during the colonial period and evolved through multiple intellectual traditions. Their approaches reflected not only academic curiosity but also colonial interest and epistemological assumptions. While Western scholars made valuable contribution to the understanding of India's complex social structure, their analysis often carried Eurocentric biases that viewed Indian culture through the lens of Western rationality and superiority. Broadly, these approaches can be categorized into Orientalist, Indological, Structural Functionalism, Marxian perspective, subaltern കൂടി നമുക്ക് അവിടെ എടുക്കാം. ആദ്യത്തെ ഓറിയന്റലിസ്റ്റ്. The earliest Western understanding of India came through Orientalism in the late 18th and 19th centuries. Scholars like Sir William Jones, Max Muller, Monier Williams sought to study India through its ancient text, Sanskrit literature and philosophical tradition. Contribution അല്ലെങ്കിൽ positives. വേദാസ് ഉപനിഷത്തൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു. They laid the foundation of later Indological studies and highlighted India's civilization depth. Critic. Their approach was textual and elitist, focusing on Brahminical and Sanskrit tradition, while ignoring popular folk and regional cultures. Moreover, it often romanticized ancient India while portraying contemporary Indian society as degenerate, a view that justified colonial civilization mission. Civilization mission ഉണ്ടായിരുന്നു. അവരവിടുന്ന് അതായത് ഇവരുടെ ആ കോൺസെപ്റ്റിന്റെ പേരുണ്ടായിരുന്നല്ലോ. ഓക്കെ, അത് മറന്നുപോയി, അപ്ഡേറ്റ് ചെയ്തേക്കാം. അതായത് വൈറ്റ് മാൻസ് ബർഡൻ. ഓക്കെ, അതായത് വെള്ളക്കാർക്കൊരു വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വൈറ്റ് മാൻസ് ബർഡൻ, അതായത് നമ്മളെയൊക്കെ സിവിലൈസ്ഡ് ആക്കാനുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ആ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തത്തിന് ഇവര് അത് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുമായിരുന്നു. അതുവഴി അവർ സിവിലൈസേഷൻ മിഷൻസ് കൊണ്ടുവന്നു. എന്താണ് ഈ സിവിലൈസേഷൻ മിഷൻസ്? അതായത് ഈ അവരുടെ പള്ളിയിലച്ചന്മാരൊക്കെ വന്ന് ഇവിടെ ക്ലാസ് എടുക്കുകയും പരിപാടിയൊക്കെ ചെയ്തില്ലേ, കൺവേർഷൻ ഒക്കെ നടത്തില്ലേ, അത്. ഇൻഡോളജിക്കൽ അപ്രോച്ച്. Indology studies Indian society through its classical text, values, and traditions. Louis Dumont, in his Homo Hierarchicus, argued Indian society as hierarchically ordered. ഓക്കെ, ഇൻഡോളജി ഓറിയന്റലിസം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ കുറച്ചും കൂടി ട്രഡീഷൻസിനെയൊക്കെ പറ്റി കാര്യമായിട്ട് പഠിക്കുന്നുണ്ട് ഇൻഡോളജി. മറ്റൊരു ടെക്സ്റ്റൈൽ മാത്രമായിട്ട് പഠിച്ചു പോയി നിലവിലെ ഇന്ത്യ ഡീജനറേറ്റ് ആയിട്ട് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനല്ല, കുറച്ചും കൂടി ഡെപ്തായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിനെ പഠിച്ച് അങ്ങനെ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതി കാണിക്കാൻ ശ്രമിച്ചാണ് ഇൻഡോളജി. Orientalist scholarship, it was later developed by Indian thinkers like G.S. Ghurye, D.P. Mukherjee, etc., who connected cultural heritage and with the sociological analysis. It emphasized India's unity, caste, and moral order, but were criticized for being textual and static. മാറ്റമില്ലാത്തതാണെന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. ഇന്ത്യ സൊസൈറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നു. Contribution: preserving India's cultural distinctiveness and providing a civilization framework to study caste, കിൻഷിപ്പ് ആൻഡ് റിലീജിയൻ. ക്രിട്ടിക്കായിട്ട് പറയുന്നത് നോർമേറ്റീവ് ബയസ്, ഫീൽഡ് വർക്ക് സ്റ്റഡി ഇല്ലായിരുന്നു, പവറും കോൺഫ്ലിക്റ്റും നെഗ്ലക്ട് ചെയ്തു. സക്സണൽ ഫംഗ്ഷണലിസം. റാഡ്ക്ലിഫ് ബ്രൗൺ, ശ്രീനിവാസ് ദൂബെ ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. ഫീൽഡ് വർക്ക് കൊണ്ടുവന്നു, സിസ്റ്റമാറ്റിക് ഡേറ്റ കളക്ഷൻ, ടെക്സ്റ്റിൽ നിന്ന് ലിവിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് ഫോക്കസ് വന്നു. ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ സോഷ്യൽ ലൈഫിന് ഡോക്യുമെന്റ് ചെയ്യാൻ സഹായിച്ചു. പ്രശ്നം സ്റ്റാറ്റസ് കോ ബയസ്,
കോൺഫ്ലിക്ട്, ഇനിക്വാലിറ്റി, ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. ഇനി മാർക്സിയൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഡാനിയൽ തോണർ, കാത്ലിങ്ക, ആൻഡ്രൂ A.G. ഫ്രാങ്ക്, മാർക്സിയൻ A.G. ഫ്രാങ്ക്, ഇത്രയായിരുന്നു ആൾക്കാർ. കോൺട്രിബ്യൂഷൻ, ക്ലാസിനെ പറ്റിയും അഗ്രേറിയൻ റിലേഷനെ, അണ്ടർ ഡെവലപ്മെന്റിനെ പറ്റി പഠിച്ചു. എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ അവർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു. പ്രശ്നം, ഇവർ യൂറോസെൻട്രിക് കാറ്റഗറീസ് ഓഫ് ബൂർഷ്വാസി ആൻഡ് പ്രോളറ്റേറിയറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. കാസ്റ്റിനെയൊക്കെ കിൻഷിപ്പിനെ ഒന്നും മറന്നു. പോസ്റ്റ് കൊളോണിയൽ ആൻഡ് സബാർട്ടൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ എഡ്വാർഡ് സെയ്ത്ത്, പാർത്ത ചാറ്റർജി, രണജിത് ഗുഹ. കൊളോണിയൽ പവർ റിലേഷൻ, ആ വാക്ക് ഉപയോഗിക്കണം. കൊളോണിയൽ പവർ റിലേഷൻ കാരണമാണ്, അതായത് എക്സ്പോസ് ഹൗ വെസ്റ്റേൺ സ്കോളേഴ്സ് ഓൺ ഇന്ത്യ വാ ഷേപ്ഡ് ബൈ കൊളോണിയൽ പവർ റിലേഷൻ. അതായത് അവരുടെ പവറിന് മുകളിലുള്ള ഉപയോഗിച്ചുള്ള നോളജ് ആയിരുന്നു അതെന്നൊക്കെ ഉള്ളത്. ഓക്കെ. The critic revealed that Western interpretation were not neutral but ideologically embedded within politics of empire and modernization. എന്താണ് സബാൾട്ടൺ സ്റ്റഡി എന്ന് എഴുതി വെച്ചാൽ അത് ആവശ്യമില്ല, ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ ഇന്ത്യൻ റെസ്പോൺസ് ആയിട്ട് നമുക്ക് പറയാം, അഡീഷണൽ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. ഗുരെ എന്ത് ചെയ്തു? ഇൻഡോളജിക്കൽ ഇൻസൈറ്റിനെ ആന്ത്രപ്പോളജിക്കൽ മെത്തേഡ്സുമായിട്ട് ആന്ത്രപ്പോളജി ആയിട്ട് ഇന്റർലിങ്ക് ചെയ്ത് പഠിച്ചു. മുഖർജി എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റഡ് കൾച്ചറൽ ഇന്റർപ്രിറ്റേഷൻ വിത്ത് സോഷ്യൽ തിയറി. കൾച്ചറൽ ഇന്റർപ്രിറ്റേഷൻ കൊണ്ടുവന്നു, ഇന്ത്യയുടെ കൾച്ചറൽ വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ശ്രീനിവാസ് എന്ത് ചെയ്തു? എംപിരിക്കൽ ഫീൽഡ് ബേസ്ഡ് സ്റ്റഡി, വില്ലേജ് സ്റ്റഡീസ് ഒക്കെ. കാസ്റ്റ് മൊബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇതിൽ നിന്ന് മറ്റൊന്നിലോട്ട് പോകുന്നു. അതായത് കാസ്റ്റ് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം മുകളിലത്തെ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ്, മീൻസ് ലോവർ ലെവലിലുള്ള ക്ലാസ്, കാസ്റ്റ്. അതായത് പഴയ അന്ധവിശ്വാസ പ്രകാരമാണേ, ആരും ഇതായിട്ട് എടുക്കരുത്. അത് പ്രകാരം ലോവർ കാസ്റ്റ്, അപ്പർ കാസ്റ്റ്, മിഡിൽ ക്ലാസ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ. അപ്പൊ ഇതിൽ നിന്ന് ഒരാൾ ഇപ്പുറത്തോട്ട് പോവുകയാണ്. നമുക്കറിയാം കാസ്റ്റ് ഒന്നും മാറാൻ പറ്റില്ല, പക്ഷേ അവിടാണ് ബ്രാഹ്മണൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ചില കോൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് ഇപ്പം അപ്പർ കാസ്റ്റ് ആയിരുന്ന ബ്രാഹ്മിൻസിന്റെ ചില ഇതുണ്ടല്ലോ, പൂനൂല്, വെജിറ്റേറിയനിസം, അങ്ങനെയുള്ള ചില ക്വാളിറ്റീസ് ചിലപ്പോൾ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്, അവരെ അനുകരിക്കാൻ ശ്രമിക്കും. അതുവഴി ഇവർക്കിടയിൽ തന്നെ അവർക്കൊരു ഹയർ പൊസിഷൻ കിട്ടുകയും ഇവർ ആ കാസ്റ്റ് ലെവലിൽ നിന്ന് കുറച്ചൊരു ഹയർ ലെവലിലോട്ട് നിൽക്കുകയും ചെയ്തു. ഇതിനാണ് കാസ്റ്റ് മൊബിലിറ്റിയെ പറ്റി പറയുന്നത്. ഇനി ആൻഡ്രേ ബെറ്റലെ ബാലൻസ് തിയററ്റിക്കൽ അനാലിസിസ് വിത്ത് എംപിരിക്കൽ ഒബ്സർവേഷൻ, ബ്രിഡ്ജിംഗ് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ പെർസ്പെക്ടീവ്സ്. ഇനി കൺക്ലൂഷൻ ആയിട്ട് നോക്കാം. വെസ്റ്റേൺ സ്കോളർഷിപ്പ് മേഡ് ഫൗണ്ടേഷണൽ കോൺട്രിബ്യൂഷൻസ് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഇൻട്രൊഡ്യൂസിംഗ് systematic documentation, comparative analysis, theoretical frameworks. However, their approaches often reflected Orientalistic bias. Okay, പ്രശ്നം എന്തായിരുന്നു? ബയസ്നെസ്, ethnocentrism, lack of historical and cultural sensitivity. Contemporary Indian sociology seeks to decolonize knowledge. ഇന്ത്യൻ നോളജിനെ ഡീകോളനൈസ് ചെയ്തു. എങ്ങനെ? വെസ്റ്റേൺ അനലിറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് ഇന്ത്യൻ കാറ്റഗറീസ് ഉൾപ്പെടുത്തി ആൻഡ് ഇവിടുത്തെ ലീവ്ഡ് റിയാലിറ്റീസ് ഉൾക്കൊണ്ട് ആണ് ഇപ്പോഴത്തെ സ്കോളേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. Thus, while Western approaches provide important beginning, they must be critically re-evaluated to build a context-sensitive, autonomous sociology of India. Okay, just stylish versions. അതായത് വെസ്റ്റേൺ അപ്രോച്ചസ് ഭയങ്കര അവര് തുടങ്ങി തന്നു, വലിയൊരു തുടക്കം, നമുക്കൊരു ഫൗണ്ടേഷൻ ഇട്ടു, അതിന് നന്ദി. പറഞ്ഞതിൽ കുറെ തെറ്റൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ തെളിയിച്ചു നല്ല രീതിയിൽ പഠനങ്ങൾ നടക്കുന്നു. അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇപ്പോൾ എമർജൻസി തീർന്നില്ല. ഇനി എമർജൻസിയിൽ നിന്ന് നമ്മൾ പ്രീവിയസ് അനലൈസ് ചെയ്തപ്പോൾ വേറൊരു പാറ്റേൺ ഓഫ് ചോദ്യങ്ങൾ കണ്ടിരുന്നു. എന്താണ്? എവല്യൂഷൻ. അതായത് 1950 60 സോഷ്യോളജിയിൽ ഉണ്ടായ മാറ്റം, പിന്നെ 70 ഉള്ള മാറ്റം 2-3 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 2020 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ നാളത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതുവരെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 നാളത്തെ ക്ലാസ്സും കൂടി ആവുമ്പം നമ്മൾ 17 ചോദ്യങ്ങളോളം ലൈക്ക് PYQ ഉത്തരം എഴുതി കഴിഞ്ഞു. 17 ചോദ്യങ്ങൾ ചോദിച്ചത് ആകെ 2 സൈക്കിൾ എക്സാം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, കറക്റ്റാണ്. 7-8 കൊല്ലത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നേക്കുന്നത്. എല്ലാ വർഷവും ഓരോ ചോദ്യം വെച്ചുണ്ട് എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പം ഒരു 20 മാർക്ക് നമ്മൾ ഉറപ്പിക്കുകയാണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അത് നല്ലൊരു ആൻസർ, നമ്മളൊരു എബോവ് ഡിസ്റ്റിങ്ഷൻ ലെവൽ ആൻസർ ആണ്. പരമാവധി പെർസ്പെക്റ്റീവ് തിങ്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നാളത്തെ അതും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് 50 60 ചോദിച്ചല്ലോ. അടുത്തുള്ളത് 50 60 മാറ്റം ചോദിച്ചു, 70 മാറ്റം 2 വട്ടം ചോദിച്ചു. എന്നാൽ 80 ശേഷമുള്ള ഫുൾ മാറ്റങ്ങളും കൂടി നമുക്കൊന്ന് പഠിക്കാം. അതിന്റെ ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. സോ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയുക.
ഐ ഹോപ്പ് യു all enjoyed this session. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. വെള്ളമൊക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.